വന്ദനം. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉയരുന്ന മാലിന്യം, തകരുന്ന ഭൂമി എന്ന നവകാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ വിഷയമാണല്ലോ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് പ്രശസ്ത കവിയായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാറിന്റെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച കവിതയിലെ ചിന്തോദ്ദീപകമായ 2 വരികളിൽ നിന്ന് തുടങ്ങട്ടെ. ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അതെ, മനുഷ്യൻ വികസനത്തിന്റെ പേരും പറഞ്ഞ ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ലോകരാജ്യങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും യുദ്ധഗതിയിൽ പരസ്പരം ആക്രമിച്ച തകർന്നു തരിപ്പടമാക്കുന്ന കോൺക്രീറ്റ് കൂനകളും, മറുവശത്ത് ഓസോൺ പാളിക്ക് പോലും വിള്ളലേൽപ്പിച്ച രീതിയിൽ അമിതമായ രീതിയിൽ അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന വാഹനങ്ങളും ഫാക്ടറികളും നമ്മുടെ ഭൂമിയെ കാർന്നു തിന്നുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നാം മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥയൊന്ന് നോക്കൂ. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഒരു ദിവസം 10,000 ടൺ മാലിന്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളം പുറന്തള്ളുന്നത്. അതിൽ പകുതി മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ. ബാക്കി ഈ ഭൂമിയിൽ ചിതറിക്കിടക്കുന്നു. ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന പകർച്ചവ്യാധികളുടെ വിഷവിത്തുകളാണവ. പ്രിയമുള്ളവരെ, നമ്മുടെ മണ്ണും വിണ്ണും വെള്ളവും വിഷമയമാകുമ്പോൾ, മനുഷ്യന്റെ ആർത്തി കാരണം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ നമ്മുടെ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ പ്രശ്നങ്ങളും വിവിധ പകർച്ചവ്യാധികളും സംജാതമാകുമ്പോൾ, നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയതുപോലെയെങ്കിലും നാം വരും തലമുറക്ക് നമ്മുടെ ഭൂമി കൈമാറേണ്ടതില്ലേ? ഏതെല്ലാം രീതിയിലാണ് ഉയരുന്ന മാലിന്യങ്ങൾ നമ്മെ ബാധിക്കുന്നത്? മാറുന്ന പരിസ്ഥിതി, വ്യവസായ മാലിന്യങ്ങളും കീടനാശിനികളും ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് കൊണ്ട് ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് അപകടമായ രീതിയിൽ കുറയുന്നു. സ്വാഭാവിക ജൈവ വ്യവസ്ഥ നശിക്കുന്നു. കടലിനടിയിലെ താപനില വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അനിയന്ത്രിതമായി നാം ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് ഭൂഗർഭജല സ്രോതസ്സുകൾ മലിനമാകുന്നു. ഭൂമിക്കടിയിൽ 1-2 മീറ്റർ ഒരു കൃത്രിമ പ്ലാസ്റ്റിക് കവചം തന്നെ രൂപപ്പെടുന്നു. വലിയ രീതിയിലുള്ള ഖനന പ്രവർത്തനങ്ങൾ, രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, യുദ്ധങ്ങളും മറ്റും വരുത്തുന്ന മാലിന്യങ്ങളുടെ കുമ്പാരങ്ങൾ നമ്മുടെ ഭൂമിയെ കാർന്നു തിന്നുമ്പോൾ ഇച്ഛാശക്തിയോടെ കൂടെ നമ്മളും നമ്മുടെ ഭരണകൂടവും മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് നമ്മുടെ ഭൂമിയെ തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ. ഇന്ന് നമ്മുടെ കേരളം അതിൽ ആശാവഹമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശുചിത്വ മിഷനും ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളും നമുക്ക് മാതൃകയാണ്. പ്രധാനമായി 3 അടിസ്ഥാന കാര്യങ്ങളാണ് നാം മാലിന്യങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പരിമിതിപ്പെടുത്തൽ, പുനരുപയോഗം, പുനഃചക്രണം എന്നീ 3 അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. ജൈവമാലിന്യങ്ങൾ ജൈവ വളങ്ങളാക്കിയും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ റോഡ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചും മാലിന്യങ്ങൾ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. അതെ, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാറിന്റെ വരികൾ തന്നെയാണ് നമുക്ക് പ്രചോദനം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിനിയും ജീവിതം, നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ, ഒരുമയോടെ നമുക്കു നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. നല്ലൊരു മാലിന്യമുക്ത ഭൂമിക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.